ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിയെ ദേവമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സ്വീകരണമൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റുകയും ചെയ്യാണ് കേട്ടോ. ബെഡ്റൂമിലേക്ക് വന്ന ദേവി ആദ്യം നോക്കുന്നത് തൻ്റെ കല്യാണ ഫോട്ടോയാണ്. ചുമരിൽ അത് കാണുന്നില്ല. അങ്ങനെ ആനന്ദിനോട് ചോദിക്കുന്നു. ആനന്ദ് പറയുന്നുണ്ട്, ഞാനത് മാറ്റി വെച്ചപ്പോൾ ഇവിടെ തൂക്കുകയോ തുടക്കുകയൊക്കെ ചെയ്തപ്പോൾ ആരെങ്കിലും മാറ്റി വെച്ചതാവും, എനിക്കറിയില്ല എന്ന്. പക്ഷേ ദേവി അത് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ആനന്ദിനോട് പറയുന്നുണ്ട്, എന്നോട് കള്ളമാണ് പറയണത് എനിക്കറിയാം. ഇനി ഞാൻ ആനന്ദേട്ടനോട് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം തുറന്ന് പറഞ്ഞ് തന്നെ നമുക്ക് ജീവിക്കാം. പിന്നെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ ആനന്ദേട്ടനെ പോലെ തന്നെ വളർത്തുള്ളൂ, എന്നെ പോലത്തെ രീതിയിലൊന്നും വളർത്തത്തില്ല എന്നൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ട്. ആനന്ദ് അതെല്ലാം വിശ്വസിക്കുകയും ചെയ്യാം കേട്ടോ. ഹണിമൂണിന് പോയിട്ടുള്ള നമ്മുടെ സുകന്യയും അതുപോലെ ധർമ്മനും അവിടുന്ന് കുറച്ച് കാര്യങ്ങളും പർച്ചേസും ഒക്കെ ചെയ്തിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് വരുമ്പോൾ തന്നെ സുകന്യ അടുത്ത് നമ്മൾ ധർമ്മം പറയുന്നുണ്ട്, ആദ്യം കണ്ടതുപോലെയല്ല നീ, ഒരുപാട് മാറ്റമുണ്ട്. അതുമാത്രമല്ല, ഞാൻ വിചാരിച്ച പോലെ ഒരാളും അല്ല ഇപ്പോൾ, എന്ത് സ്നേഹത്തോടെ നീ എന്നോട് ഇടപഴകണേ, അതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ സുകന്യ പറയണം, അത് ശരിയാ, ഇപ്പോൾ എന്നെക്കുറിച്ച് നന്നായിട്ട് ധർമ്മേട്ടന് മനസ്സിലായല്ലോ, എങ്കിൽ പിന്നെ നമുക്കിനി ഇവിടെ നിൽക്കണോ, തിരിച്ച് വീട്ടിൽ ഇപ്പോൾ കൂടെയും ചോദിക്കാം കേട്ടോ. അതെന്താ അങ്ങനെ, നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാനല്ലേ ഇവിടെ വന്നത്, ഇന്നിപ്പോൾ വന്നോടെ തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ചാൽ അത് ശരിയുള്ള കാര്യമാണോ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് സുകന്യ ചോദിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഗോമതി ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ധർമ്മൻ്റെ. പക്ഷേ ധർമ്മൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഗോമതി ചോദിക്കുകയാണ് എന്താ പറ്റിയെന്നൊക്കെ. ഒന്നുമില്ല എന്നും പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്നും കൊണ്ട് നമ്മുടെ ധർമ്മനോട് ഗോമതി പറയുന്നുണ്ട്, നമ്മുടെ ദേവീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അവൾ ഇനി മുതൽ ഇവിടെയാണ് നിൽക്കണേന്ന്. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ധർമ്മന് വലിയ സന്തോഷമാവും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ധർമ്മനും പറയുന്നുണ്ട്, ദേവി എന്തായാലും അവിടെ എത്തിയല്ലോ, ഞങ്ങൾ ഉടനെ തന്നെ തിരിക്കും. അതെന്താടാ ഹണിമൂണിന് പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് വരുന്നത്? അല്ല, ഇനിയിപ്പോൾ 2 ദിവസമായില്ലേ, ഞങ്ങളങ്ങ് വരാം. അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. വന്നപ്പോൾ തന്നെ ദേവി വന്ന കാര്യമൊക്കെ സുകന്യയോട് ഗോമതി പറയാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ സന്തോഷമല്ലേ, അതുപോലെ ഇനി അടുത്ത് എത്രയും വേഗം ഒരു കുഞ്ഞാവേണ്ടത് ധർമ്മന് തന്നെയാണ്. അത് സുകന്യയോട് പറയുമ്പോൾ സുകന്യ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കത്തില്ല, ഒരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഗോമതി സ്റ്റോറിൽ നക്കാപ്പിച്ച വരുമാനമാണ് എൻ്റെ ഭർത്താവ് ധർമ്മേട്ടനും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന ഒരു കുഞ്ഞിന് ഞാൻ ജന്മം കൊടുത്താലേ ഞാൻ വിചാരിക്കണ പോലെ എന്നെ വളർത്താൻ കഴിയില്ല. അതിനെ നല്ല രീതിയിൽ വളർത്തണമെന്നും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നും ഇപ്പോഴൊരു കുഞ്ഞിനെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ ധർമ്മേട്ടൻ നല്ല നിലയിൽ എത്തണം. ധർമ്മേട്ടനെ സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ട് പ്രാപ്തിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാലം എന്നാ വരും, അന്ന് മാത്രമേ ഞാനൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ തൻ്റെ അടുത്തോടുകൂടി ഗോമതിയുടെ മുന്നിലൊന്നും പറയാട്ടോ. ഇത് കേട്ട് മീനാക്ഷിയും ദേവിയും എല്ലാവരും അങ്ങ് അന്തം വിട്ട് പോകണം. ഗോമതിയാണെങ്കിൽ അതിനേക്കാളും അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കേട്ടോ. ടീച്ചർ എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.